welcome to another video. Today in this video, access bar. നമ്മൾ കുറേ നാളായി ലോങ് വീഡിയോ ചെയ്തിട്ട് അല്ലേ? കാരണം എനിക്ക് ഭയങ്കര മടിയുന്നേ വീഡിയോസൊക്കെ ചെയ്യാനും വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും അറിയാൻ പാടില്ല. എന്നാലും ലോങ് വീഡിയോസൊക്കെ എന്തോ ഒരു മടി, ഒരലസത, ക്ഷീണം, തളർച്ച, അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിച്ചിരിക്കുന്ന ആക്സസ് ബാറിലോട്ട് കിടക്കാം. എന്താണ് ഈ ആക്സസ് ബാർ, ഞാൻ എങ്ങനെ ഈ ആക്സസ് ബാറിലേക്ക് എത്തി, അതിൻ്റേതായ തലങ്ങൾ നമുക്ക് സംസാരിക്കാം. ഓക്കെ, സമയമുള്ളവർ കേൾക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. എന്താ പറയണേ, അങ്ങനെ നീണ്ടുപോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലോട്ട് കിടക്കാം. ഞാനൊരു ലീഡർഷിപ്പ് ക്ലാസ് ജോയിൻ ചെയ്തു. എനിക്കിങ്ങനെയൊക്കെ ഇഷ്ടമാണേ, കാശ് കൊണ്ടേ കളയുന്ന കാര്യത്തിൽ. ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ക്ലാസ്സിൽ ചേർന്നപ്പോൾ ആ സാറ് പറഞ്ഞ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം, ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ നമ്മുടെ സ്കില്ല് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയാണല്ലോ. നമ്മൾ ഈ മണ്ടന്മാരെപ്പോലെ ഇരിക്കാതെ നമ്മൾ സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പക്ഷേ എന്നെക്കുറിച്ച് നല്ല ബോധമുള്ള എൻ്റെ ഭർത്താവ് ഈ വക കാര്യങ്ങൾക്കൊന്നും കാശ് ചോദിച്ചാൽ തരത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ശമ്പളത്തിൽ നിന്ന് എനിക്ക് സെൽഫ് ലവ് വർദ്ധിപ്പിക്കണം, ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്റ്റ് മേടിക്കണം, മേക്കപ്പ് പ്രൊഡക്റ്റ്. ഞാനങ്ങനെ മേക്കപ്പ് പ്രൊഡക്റ്റ് ഇപ്പം ഇതിനകത്ത് തന്നെ കാണാമല്ലോ, മേക്കപ്പ് ഒരു കുഞ്ഞു പൗഡർ മാത്രം ഇട്ട്, ലിപ്സ്റ്റിക്കൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ പുള്ളിക്കാരനറിയാം അങ്ങനെ ഇത് വാങ്ങിക്കും. പക്ഷെ ഞാൻ പറയും എൻ്റെ സെൽഫ് ലവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആ പ്രൊഡക്റ്റ് മേടിക്കണം, ഇങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സാലറിയിൽ നിന്ന് കാശ് നോക്കും. അങ്ങനെയാണ് ഈ കോഴ്സുകളൊക്കെ പഠിക്കണം. പക്ഷേ ഈ കോഴ്സുകളൊക്കെ പഠിക്കുമ്പോഴേ നമ്മൾ മറ്റേ ഈ ആദായ വിൽപ്പന എന്ന് പറയാമല്ലോ, അങ്ങനെ ആദായ വിൽപ്പന വരുമ്പോൾ മാത്രമേ പഠിക്കാറുള്ളേ. അങ്ങനെ ഞാൻ ഓരോ കോഴ്സുകളിലൊക്കെ പോയി ചാടും. പക്ഷേ എൻ്റെ വിചാരം, ഞാൻ ഹിപ്നോട്ടിസം പഠിച്ചു. നമ്മൾ എല്ലാത്തിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ അലമാരിൽ വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഈ ആക്സസ് ബാർ പഠിച്ചു. അപ്പോൾ ഈ 24,000 ഇത് വേൾഡ് 170ഓളം രാജ്യങ്ങളോളം ഇതായിട്ടുള്ള ഒരു കോഴ്സാണിത്, ആക്സസ് ബാർ. ഈ ആക്സസ് ബാർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. നമ്മളൊരു ഡോക്ടറായി, +2 കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടറായി. അങ്ങനെയൊക്കെയാണ് എല്ലാവരുടെയൊക്കെ ഒരു വിചാരം. ഒരു ദിവസത്തെ ക്ലാസ്സാണ്. അപ്പം ഞാൻ ഈ ആക്സസ് ബാറിനെ കുറിച്ച് പഠിച്ചു. ഞാൻ ഈ വീഡിയോസൊക്കെ കാണും, ഒരു ലേഡിയുടെ വീഡിയോ ആണ്. അപ്പോൾ പുള്ളിക്കാരത്തിനൊക്കെ കണ്ടാലൊക്കെ നല്ല പക്കയൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ആ വീഡിയോസൊക്കെ ഇരുന്ന് കാണും. നമ്മൾ അതിനോട് ഇത് പഠിക്കണം എന്നുള്ള. അങ്ങനെയാണ് എനിക്ക് പരിചയമുള്ളൊരു പെണ്ണിങ്ങനെ, പരിചയമുള്ള പെണ്ണ് വഴിയാണോ എന്ന് എനിക്കറിയില്ല, എങ്ങനെയൊക്കെയോ എന്തോ ഒരു പരിചയമുള്ളൊരു പെണ്ണ്. ആ പെണ്ണ് മുഖേനയാണോ ഒരു സാറിന് പരിചയപ്പെട്ടു. അപ്പം ഈ ആ കോഴ്സിന് 24,000 രൂപയുടെ കോഴ്സിന് 5,000 രൂപയാണ് ഫീസ് എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, 5,000 രൂപയുടെ ഫീസിന് ഇതൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ, അയ്യോ ഇത്രയും ഭാഗ്യം എവിടെ കിട്ടത്തില്ലല്ലേ. ഞാൻ ഹസ്ബൻഡിനോട് പൈസ ചോദിച്ചു, തരത്തില്ലെന്ന് നമുക്കറിയാം, എന്നാലും ചോദിച്ചു. തരാനൊന്നും പറ്റില്ല, കാരണം എന്നെക്കുറിച്ച് നല്ല ബോധമുള്ള മനുഷ്യനാണ്, അതുകൊണ്ട് തന്നില്ല. അപ്പോൾ എൻ്റെ സാലറിയിൽ നിന്ന് എനിക്ക് ഇന്ന സാധനം വാങ്ങിക്കണം അതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാലറിയിൽ നിന്ന് കാശ് മുക്കി ഞാൻ ഈ കോഴ്സ് പഠിച്ചു. കോഴ്സ് പഠിക്കുമ്പോൾ ഈ കോഴ്സിനകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നുമില്ല കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നുമില്ല, ഒരു ദിവസത്തെ ക്ലാസ്സാണ്. അത് ഇവർ വല്ല ഹോട്ടലിലൊക്കെ ഇതെടുത്തിട്ട് കുറേ പേരുണ്ടാവും. എന്നിട്ട് അവരവിടെ കിടത്തിയിട്ട് നമ്മളിങ്ങനെ തലയിൽ 32 പോയിൻറ്റ്സും നമ്മുടെ ഫിംഗർ പോയിൻറ്റും തമ്മിൽ കണക്റ്റഡ് ആണെന്നാണ് പറയണം. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ കിടത്തിയിട്ട് നമ്മുടെ എനർജി പുൾ എന്ന് പറയും. ഞാൻ തലയിൽ തൊട്ടാലും കൊള്ളാം, കാലിൽ തൊട്ടാലും കൊള്ളാം, എനിക്ക് ഒരു പായ കിട്ടിയാൽ ഞാൻ കിടന്നുറങ്ങിപ്പോവും. അങ്ങനത്തെ വ്യക്തിയാണ്. അങ്ങനെയുള്ളതാണ് എനിക്ക്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വന്ന് ഇതിങ്ങനെ ഈ തലയിൽ മസാജ് അല്ല, ജെൻ്റലി സോഫ്റ്റ് ചെയ്യും. ആ ഒരു ബുക്ക് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടല്ലോ നമുക്ക്, 24,000 രൂപയുടെ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, അതൊക്കെ ചെയ്യും. ഇവിടെ വന്നിട്ട് ആൻറ്റീനെയൊക്കെ ചെയ്ത് പിന്നെ ഞാൻ മലേഷ്യയിലേക്ക് പോന്നു. മലേഷ്യയിൽ ആക്സസ് ബാർ പഠിച്ചുകൊണ്ടൊന്നും അല്ലട്ടാ വന്നത്. ഏജൻറ്റിന് പൈസ കൊടുത്തിട്ട് എന്നെ നല്ല വെടിപ്പായിട്ട് പൈസ കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്, അല്ലാതെ ആക്സസ് ബാർ പഠിച്ചിട്ടൊന്നും വന്നതല്ല. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു തോട്ടുണ്ട്, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇമ്പ്രൂവ് ഇല്ലാത്തത്, ഞാൻ എന്ത് സാധനവും പഠിച്ചിട്ടുണ്ടെങ്കിലും സർട്ടിഫിക്കറ്റ് മേടിച്ച് അലമാരിൽ വെക്കും, അല്ലാതെ ഞാൻ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് ഇമ്പ്രൂവ് ഇല്ലാത്തതെന്ന് എൻ്റെ മനസ്സിലൊരു തോന്നൽ. പിന്നെ അത് തന്നെയല്ല, പൈസയൊക്കെ കൂട്ടി വെച്ചിട്ട് വേണം, ഹസ്ബൻഡ് അറിയാതെ പൈസ കൂട്ടി വെക്കണമല്ലോ, ആ പൈസ കൂട്ടി വെച്ചിട്ട് വേണം 24,000 കൊടുത്ത് ആക്സസ് ബാർ പഠിക്കാം. എന്നാലാണ് എൻ്റെ ലൈഫിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ. കാരണം നമ്മൾ ഈ മലയാളികൾക്കേ ഈ സാധനമൊക്കെ പഠിപ്പിച്ചു തരുന്നത് മറ്റേ ഡോക്ടർ
ഗ്ലാരി ഡഗ്ലസ്. ആ പേരൊക്കെ കേൾക്കുമ്പോൾ എന്ത് നല്ല, ഭയങ്കര വലിയ ആൾക്കാരാണെന്നൊക്കെ ഓർക്കും. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ വിചാരിച്ചിരിക്കണേ, ഈ 5000 രൂപ കൊടുത്ത് പഠിച്ചുകൊണ്ടാണ് എനിക്കൊരു മെച്ചമില്ലാത്തത്, ഇതിൽ കൂടുതൽ എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ടാവുന്നു. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ദുബായിലുണ്ട്, പുള്ളിക്കാരത്തി ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഇങ്ങനെ, എടി ഞാനിങ്ങനെ ആക്സസ് ബാർ പഠിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയുണ്ട് എന്ന് വെച്ച്. അപ്പോൾ എൻ്റെ 27,000 രൂപ പോയിന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു 27 അല്ലല്ലോ 24 ഈ 24,000 രൂപ കൊടുത്ത് പഠിച്ചതും പോരാഞ്ഞിട്ട് ഇവരോട് എന്തെങ്കിലും സംശയം ചോദിക്കണമെങ്കിൽ 3,000 രൂപ കൊടുത്ത് നമ്മളവരെ കാണണം. നമ്മൾ സാധാരണ ഒരു കോഴ്സ് പഠിച്ച്, പക്ഷേ എനിക്ക് വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ 5,000 രൂപ കൊടുത്തിട്ടുള്ളെങ്കിലും എനിക്ക് ആ ഒരു, ഞാൻ പറഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് അതിനകത്ത്, പെൺകുട്ടി എന്ന് പറയാൻ ആ പെണ്ണ് എപ്പോൾ വിളിച്ചാലും മറുപടി പറയും. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് സംശയമില്ല, കാരണം എനിക്ക് പ്രാക്ടീസ് ചെയ്തല്ലേ സംശയമുള്ളൂ. അങ്ങനെ ഒരു ഗുണമുണ്ടായി. അപ്പോൾ പക്കാ ഫ്രോഡ് പരിപാടിയാണെന്നാണ് എൻ്റെ ഈ കൂട്ടുകാർക്ക് പറഞ്ഞത്. അപ്പോൾ എനിക്കറിയില്ലല്ലോ. അപ്പോൾ അതെങ്ങനെ ഈ ഡോക്ടർ ഗ്ലാരി ഡഗ്ലസ്, ഈ ഡോക്ടർ ആരാണ്? ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ച് നമ്മുടെയൊക്കെ വിചാരം എന്താ, ഡോക്ടർ ഗ്ലാരി ഡഗ്ലസ്, അങ്ങനെ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കണം നമ്മൾ. ഒട്ടുമിക്ക, ഞാൻ മാത്രമല്ല, ഈ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ പഠിക്കുന്നത് മറ്റുള്ളവരെ ചീറ്റ് ചെയ്യാനാണ് എന്നെനിക്കറിയില്ല. അപ്പം ഞാനൊരു മെൻ്റലിസം എന്നാൽ പഠിച്ചാൽ കൊള്ളാമെന്ന് കരുതി ഒരു സാറിനെ കണ്ട്, നമ്മളിങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാം. അപ്പോൾ സാറിനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ ആക്സസ് ബാറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആ സാറ് പറഞ്ഞത്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ ഡോക്ടർ ഗ്ലാരി ഡഗ്ലസ് 24,000 കൊടുത്ത്. അപ്പം ഞാൻ പറയും ഞാൻ ഇന്ന സാധനം പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന വ്യക്തിയുടെ ഉബോധ മനസ്സിലേക്ക്, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ വ്യക്തി വിചാരിക്കും, ഇത് 24,000 രൂപ കൊടുത്ത് പഠിച്ച സാറാണ്, ഇതെന്തോ മഹാസംഭവമാണെന്ന് വിചാരിച്ച് നമ്മൾ മനസ്സ് ശാന്തമാക്കി നമ്മൾ തന്നെ റിലീഫ് ചെയ്ത് അവിടെ കിടക്കുക. അപ്പോൾ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് സ്ട്രെസ് റിലീഫ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ഒരാൾ മുൻനിർത്തി നമ്മളങ്ങനെ വിചാരിക്കും. അതിനൊരു കഥ ഞാൻ പറഞ്ഞുതരാവേ. ഒരു ഡോക്ടർസ്, മിക്ക ആൾക്കാരും പറയുന്ന കഥയാണ്. അതായത് 11 പേരെ, ഒരേ അസുഖങ്ങളുള്ള 11 പേരെ ഓപ്പറേഷൻ ചെയ്തിട്ട് ഒരാളുടെ മാത്രമേ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളൂ. ഈ 10 പേരെ ജസ്റ്റ് ഓപ്പറേഷൻ ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് തുന്നി വയ്ക്കും. ഈ 10 പേർക്കും വൈറ്റമിൻ ടാബ്ലറ്റും കൊടുക്കും. മറ്റേ ഒരു 11ാമത്തെ വ്യക്തി ഉണ്ടല്ലോ, അയാൾക്ക് ഒറിജിനൽ ടാബ്ലറ്റും കൊടുക്കും. അയാൾക്ക് ശരിക്കും ഓപ്പറേഷനും കഴിഞ്ഞ് ഇവരിങ്ങനെ ഒരു റൂമിൽ നിരീക്ഷിക്കാനിട്ടേക്കണേ. ആ 1 മാസം കഴിയുമ്പോൾ ഈ വ്യക്തിയിലുണ്ടായ മാറ്റം തന്നെ ഈ വ്യക്തിയിലും സംഭവിക്കും. അപ്പോൾ അതായത് നമ്മുടെ ബ്രെയിനെ വിശ്വസിപ്പിക്കണം, അല്ലേ? ബ്രെയിനെ വിശ്വസിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പം ബ്രെയിന് വിശ്വസിക്കണം. അപ്പം നമ്മൾ ഫ്രണ്ടിലിരിക്കുന്ന ആൾ ഡോക്ടർ ഗ്ലാരി ഡഗ്ലസിൻ്റെ ആൾക്കാരാണ്, അയ്യോ. അപ്പം നമ്മൾ ആ ഒരു ബോധം മനസ്സിൽ അവിടെ പക്കാ ഫ്രോഡ് പരിപാടിയാണ്. എനിക്കിപ്പോഴാണ് മനസ്സിലായത്. 24,000 രൂപ കൊണ്ട് കളയാഞ്ഞത് ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങളൊന്നും പോയി ഇതിലേക്കൊന്നും ചാടല്ലേ. പക്ഷെ ഞാനൊന്നും പറഞ്ഞാൽ നിങ്ങളൊന്നും കേൾക്കത്തില്ല. അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? 24,000 രൂപ കൊടുത്ത് ആക്സസ് ബാർ പഠിക്കണം. പഠിച്ചിട്ട് മറ്റേ എല്ലാവരെയും ഇതുപോലെ കൊണ്ട് ചാടിച്ച്, അപ്പോൾ എന്താ പറയണേ, അപ്പോഴേ അറിയാത്ത പിള്ള ചുറിയുമ്പോൾ പിടിക്കുമെന്നൊക്കെ പറയില്ല. ഞാൻ ആ കൂട്ടുകാരത്തിനെ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. പരിചയപ്പെട്ടതിലല്ല, വീണ്ടും കാണാൻ പറ്റിയില്ല. കാരണം ഞാൻ 24,000 രൂപ ശേഖരിച്ച് വെച്ചിട്ട് വേണം നാട്ടിൽ ചെന്നിട്ട് എനിക്ക് ആക്സസ് ബാർ പഠിക്കാൻ തന്നെ. ഇത് എനിക്ക് സത്യത്തിൽ സ്ട്രെസ്സോ കുടുംബത്തിൽ അങ്ങനെ പ്രശ്നങ്ങളോ പിന്നെ മണി ബ്ലോക്കേജ് മാറുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റിനെ വിളിച്ചപ്പോൾ അഡ്വക്കേറ്റ് എന്താ പറഞ്ഞതെന്ന് അറിയാമോ? മണി ബ്ലോക്കേജ് മാറും, അവരുടെ മണി ബ്ലോക്കേജ് മാറും. ഡിക്സി എല്ലാ ദീപക പരിപാടിയിലൊക്കെ പോയി ചാടും എൻ്റെ ഡിക്സി എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് എന്നെ കളിയാക്കി കിട്ടും. അപ്പോൾ ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസയെന്നും ഭർത്താക്കന്മാരോട് പറയുക. അവർ നമ്മളെയും കുറച്ച് മൂളയുള്ള ആൾക്കാരാണ്. അപ്പോൾ കളയാതിരിക്കാൻ ശ്രമിക്കുക. ഈ ആക്സസ് ബാറൊക്കെ പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സ് റിലീഫ് ചെയ്ത്. എന്തിന് ആ ആക്സസ് ബാർ പഠിക്കാൻ പോണ പൈസ ഉണ്ടെങ്കിൽ ഒരു 500 രൂപ എടുത്തിട്ട് നമ്മൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി ഒന്ന് തനിച്ചൊന്ന് സമാധാനമായിട്ട് ഇരിക്കുക. എവിടെയെങ്കിലും പോയിട്ട്, വല്ല കാട്ടിലും പോയിരുന്നാലും മതിയാവും. കാട്ടില്ല, അല്ലെങ്കിൽ വല്ല മൂന്നാറ എവിടെയെങ്കിലും ഒരു 500 രൂപ എടുത്തിട്ട് പോയിട്ട് സമാധാനത്തോടെ ഇരിക്കുക. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാവേ. ഇവിടെ താണ്ടി ഭയങ്കര സ്ട്രെസ്സാണ്, ഭയങ്കര സ്ട്രെസ് എന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷനാണ്. പുള്ളിക്കാരത്തി ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി, പുള്ളിക്കാരത്തിൻ്റെയൊക്കെ നേരത്തെ ഉണ്ടായ സ്ഥലം, പുള്ളിക്കാരത്തി അവിടെ പോയി ഒരു ദിവസം റൂം എടുത്ത് ഒറ്റയ്ക്ക് താമസിച്ച് തിരിച്ചു വന്നു. അപ്പോൾ
മുഖത്തൊക്കെ എന്താ പറയുക ഒരു പ്രസരിപ്പ്, സന്തോഷം. അപ്പം ഇങ്ങനെ വേറൊരു കാര്യമുണ്ടേ, ഇതൊക്കെ നമ്മൾ കുടുംബത്തിലിരിക്കുന്ന സ്ത്രീകൾക്ക് പറ്റുമെന്ന് വയ്ക്കും. ഈ ആക്സസ് ബാർ പഠിക്കാൻ നിങ്ങൾക്ക് 24,000 കൊടുത്ത് പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇതും പറ്റും. അങ്ങനെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആക്സസ് ബാർ പഠിക്കാൻ പോലും ഒരു 500 രൂപ മുടക്കിയാൽ മതി നമുക്ക് വേണ്ടി, സെൽഫിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മനസ്സമാധാനം കിട്ടും, റിലീഫ് കിട്ടും. പിന്നെ ഇനി ബാക്കി അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഓവറായിട്ട് നീണ്ടുപോയാൽ നിങ്ങൾക്കും കേട്ടിരിക്കാൻ ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.